എൻ്റെ മെൻ്റർ ദുർഗമാമാണ്. ദുർഗമാമ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എനിക്ക് കിട്ടുന്നതായ മോട്ടിവേഷൻ ഒത്തിരി വലുതാണ്. ഞാൻ ദുർഗമാമയോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഒത്തിരി ലേറ്റായി പഠിക്കുവാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഏജ് എന്ന് പറയുന്നത് വെറും ഒരു അക്കം മാത്രമാണ്. നമുക്കൊരു മനസ്സുണ്ട് പഠിക്കാനെങ്കിൽ നമുക്ക് പഠിക്കുവാനായി സാധിക്കും. ആ ഒരു വലിയ മോട്ടിവേഷൻ എന്നെ ഒത്തിരി പ്രചോദനമാക്കി തീർത്തു. അതുപോലെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് ദുർഗമാമ എപ്പോഴും സംസാരിക്കുന്നത്. മാമയെ ഒത്തിരി ഞാൻ ഓർക്കുന്നു. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അനീഷ എന്നാണ്. ഞാൻ BCom ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഗിയാണ്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്തമാനം പറയാനൊന്നും അങ്ങനെയുള്ളൊരു കഴിവൊന്നുമില്ല. എങ്കിലും രാഗി മാഡത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് രാഗി മാഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 24 hours വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 24 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹൗസ് ഡ്രൈവറാണ്. അതായത് വിദ്യാഭ്യാസത്തിന്റെ വില വളരെ കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് പഠിക്കണം, നല്ല ജോലി മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നല്ലൊരു പൊസിഷനിലായിരുന്നു. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് കൂടുതൽ നാൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ BCom കോഴ്സിന് ചേർന്ന് തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഗി മാഡം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ആണ്. അപ്പോൾ എനിക്കൊരു കറക്റ്റായിട്ടൊരു ടൈം പറഞ്ഞ് മാഡത്തിന് എന്നെ വിളിക്കാനോ സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ തിരക്കാനോ കഴിയാതെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിലൊരു ടൈം മാഡം തന്നെ കണ്ടുപിടിച്ച് ഇന്ന സമയത്ത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കലുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം അറിയാലോ, നമ്മളിപ്പം ഒരു അന്യപ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ കുടിച്ചോ അല്ലെങ്കിൽ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ, ഭക്ഷണം കഴിക്കണം കേട്ടോ, പഠിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറയുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് വന്നാലും ശരിയല്ല, എന്നിരുന്ന് പഠിക്കണം, അങ്ങനെ ഒരു മനസ്സൊക്കെ തോന്നിയിട്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് പഠിക്കലുണ്ട്. അപ്പം കശി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഗൈഡാണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് നമ്മുടെ ദൈനംദിന ചിട്ടയിൽ അത് ഉൾപ്പെടുത്തുവാനും കശി ശ്രമിക്കുന്നുണ്ട്. അപ്പം മാഡത്തിന് ഒരുപാട് നന്ദി. മാഡത്തിനോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെയുള്ള ടോക്കൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിവേ, ഞാൻ ഹാപ്പിയാണ് രാഗി മാഡത്തിന് എനിക്ക് മെൻറ്ററായിട്ട് കിട്ടിയതിൽ. താങ്ക് യു സോ മച്ച്.